നമസ്കാരം. ഒരു ആവശ്യവുമില്ലാതെ ഇന്ത്യയെ ചൊറിഞ്ഞ് പണി ഇരന്നു വാങ്ങുന്നതാണ് പാകിസ്ഥാന്റെ രീതി. അതുകൊണ്ടാണ് പകൽഗാമിലൂടെ ഇന്ത്യക്കിട്ട് പണിതതും ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ അങ്ങ് തീർത്തു കൊടുത്തതും. ഇതോടെ പാകിസ്ഥാനിട്ട് പണിയാൻ കിട്ടുന്ന ഒരു അവസരവും ഇന്ത്യ പാഴാക്കാറില്ല. അതുകൊണ്ടാണ് ഏഷ്യ കപ്പ് വിജയം പോലും പാക്കിനിട്ട് നൽകിയ ഒന്നാം തരം പണിയായത്. എന്തായാലും ഇപ്പോൾ ഈ പണിക്കിടയിലും ചർച്ചയാകുന്നത് മറ്റൊരു കാര്യമുണ്ട്. ഇത്രയും വലിയ വിജയം പാകിസ്ഥാനെതിരെ സ്വന്തമാക്കിയിട്ടും ഇന്ത്യയെ ഒന്ന് അഭിനന്ദിക്കാൻ പോലും തയ്യാറാകാത്ത ആളാണ് രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധിയുടെ ഈ നടപടിയാണ് ഇപ്പോൾ വിമർശനങ്ങൾക്ക് വഴിവെച്ചത്. ഇന്ത്യയെ അഭിനന്ദിക്കുന്നത് ഓരോ ഇന്ത്യക്കാരനും അഭിമാനം കൂടിയാണ്. അപ്പോ അതിനു പോലും മുതിരാത്ത രാഹുൽ ഗാന്ധി തനി കോണം കാണിച്ചു എന്ന് വേണം പറയാൻ. അതായത് എപ്പോഴും പാകിസ്ഥാൻ ചായ്വാണ് രാഹുൽ ഗാന്ധിക്കുള്ളത്. ബി പാർട്ടി ദേശീയ വക്താവ് പ്രദീപ് ഭണ്ഡാരിയാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഈ പാകിസ്ഥാൻ രീതിയെക്കുറിച്ച് വിമർശിച്ചിരിക്കുന്നത്. പാകിസ്ഥാൻ ആർമി ചീഫ് അസീം മുനീറിന്റെ ഉറ്റ സുഹൃത്ത് എന്നാണ് രാഹുൽ ഗാന്ധിയെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. കോൺഗ്രസ് ഇന്ത്യയുടെ ദേശീയ താല്പര്യത്തിന് വിരുദ്ധമെന്ന പ്രകാരം. അതായത് കോൺഗ്രസ് എപ്പോഴും ഇന്ത്യയേക്കാൾ പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് BJP ചോദിക്കുന്നത്. കോൺഗ്രസിനെ പാകിസ്ഥാന്റെ ബി ടീം എന്ന് വേണമെങ്കിൽ പറയാം. ഓപ്പറേഷൻ സിന്ദൂറിനു ശേഷം ഇന്ത്യൻ സൈന്യത്തിന്റെ അത്ഭുതകരമായ ആക്രമണങ്ങൾക്ക് അഭിനന്ദിക്കാൻ പോലും കോൺഗ്രസിന് മനസ്സുണ്ടായില്ല. ടൂർണമെന്റിൽ പാകിസ്ഥാനെ 3 തവണ പരാജയപ്പെടുത്തി ഏഷ്യ കപ്പ് നാട്ടിലേക്ക് കൊണ്ടുവന്നതിനും നമ്മുടെ ദേശീയ ടീമിനെ അഭിനന്ദിച്ചുകൊണ്ട് ഒരു കോൺഗ്രസിന്റെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് പോലും ഇതുവരെ വന്നില്ല. ഇതൊക്കെ കാണുമ്പോഴാണ് പപ്പുമോൻ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും എന്നും പാകിസ്ഥാനൊപ്പമാണ് എന്ന കാര്യം വ്യക്തമാകുന്നത്. പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയ ടീം ഇന്ത്യ 5 വിക്കറ്റിനാണ് ഏഷ്യ കപ്പ് 2025 സ്വന്തമാക്കിയത്. കോർഡിനന്റിലെ ടൂർണമെന്റിലെ 9ാം വിജയമാണിത്. ദുബായിലെ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടന്ന ഫൈനൽ മത്സരത്തിൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് താരങ്ങളുടെ പ്രകോപനപരമായ ആംഗ്യങ്ങളും 26 പേരുടെ മരണത്തിന് കാരണമായ ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിന് ആരംഭിക്കാൻ നിർബന്ധിതരാക്കിയതും പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പേരിൽ കൈകൊടുക്കാൻ ഇരു ടീമുകൾ വിസമ്മതിച്ചതല്ല വാർത്തകൾ ഇടം നേടി. ഇന്ത്യയുടെ വിജയത്തിന് തൊട്ടു പിന്നാലെ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ മേധാവിയും പാകിസ്ഥാൻ മന്ത്രിയുമായ മൊഹസിൻ നഖ്വിയിൽ നിന്നും ഏഷ്യ കപ്പ് ട്രോഫി സ്വീകരിക്കാൻ പോലും ടീം ഇന്ത്യ വിസമ്മതിച്ചു. ഇതോടെ സമ്മാനദാന ചടങ്ങ് സ്തംഭിച്ചു. മിനിറ്റുകൾക്ക് ശേഷമാണ് നഖ്വി ട്രോഫിയും മെഡലുമായി സ്റ്റേഡിയത്തിൽ നിന്നും പുറത്തേക്ക് പോയത്. അതും വാർത്തകൾ ഇടം നേടിയാണ്. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിട്ട് പോലും ഇന്ത്യയെ ഒന്ന് അഭിനന്ദിക്കാൻ പോലും വായെടുത്തൊന്നും മൊഴിഞ്ഞിട്ടില്ല രാഹുൽ ഗാന്ധി. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച